ബന്ധമെന്നാൽ എന്താണ്? ഈ ലോകത്ത് മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ആളുകളുടെ കൂടെ വേണം ജീവിക്കുവാൻ. ഒരുപാട് ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ പരസ്പരം ഒരു ബന്ധവും ഇല്ലാതെ ഒരുപാട് പേരുടെ കൂടെ ജീവിച്ചാൽ ഒരു ജനക്കൂട്ടം മാത്രമേ ആവുള്ളൂ. ഒരു പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്, പക്ഷെ ആരും നമ്മുടേതാണെന്ന് നമുക്ക് തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള പലരുടെ കൂടെയും നമുക്കൊരു ആത്മബന്ധം ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. രക്തബന്ധവും ആത്മബന്ധമാണ് നമുക്കുള്ളത്. ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കുവാൻ ഒറ്റയ്ക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ട് പലരുടെയും സഹായ സഹകരണത്തോടു കൂടെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ബന്ധം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് ബന്ധം. എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷേ ജീവിതം ഒറ്റയ്ക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ പലരുടെയും സഹായ സഹകരണങ്ങൾ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനാണ് ബന്ധം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് ഞാനുമായി മാത്രമേ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, ക്രയവിക്രയം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല. നമ്മളൊരു കടയിൽ, ഒരു ചന്തയിൽ 10 പച്ചക്കറികൾ ഒരുമിച്ചുണ്ടെന്ന് വിചാരിച്ചോളൂ. ഞാൻ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. നമ്മളതിലൊരു കുറേ കാലം ഒരു പച്ചക്കറി കടയിൽ തന്നെ പോയി. ഇത്രയും 8 പച്ചക്കറി കടകൾ കടന്നു പോയിട്ടാണ് ഒരു പച്ചക്കറി കടയിൽ നമ്മൾ പച്ചക്കറി വാങ്ങിയത്. ഒരു ചന്തയാണെന്ന് വിചാരിക്കുക. നോക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ചില പച്ചക്കറികളൊന്നും ആ കടയിൽ ഒരു ദിവസം കാണാനില്ല. മെയിനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അത് നല്ല ഫ്രഷായത് മറ്റൊരു പച്ചക്കറി കടയിൽ ഉണ്ട്, തൊട്ടപ്പുറത്തെ കടയിലുണ്ട്. ഞാൻ അവിടെ പോയി കയറുമ്പോൾ എന്നിട്ട് എന്നാൽ ഇയാളുടെ കയ്യിൽ നിന്ന് കുറച്ചെന്തെങ്കിലും വാങ്ങാമെന്നും വിചാരിച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങാൻ പോകുമ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിയ പച്ചക്കറി വണ്ടിയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അയാളത് കണ്ടാൽ എന്ത് വിചാരിക്കുന്നു തോന്നും. പലരും ഇത് ചെയ്യുന്ന കാര്യമാണ്. അതിൻ്റെ അർത്ഥം അപ്പോഴേക്കും അവിടെ ബന്ധം ഉണ്ടായി കഴിഞ്ഞു. എന്നും എൻ്റെ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്ന ഒരാൾ മറ്റൊരാളുടെ കടയിൽ നിന്ന് വാങ്ങിയ പച്ചക്കറിയും തൂക്കിയിട്ട് ഈ പച്ചക്കറി കടയ്ക്ക് ഒന്ന് കയറി ചെല്ലുമ്പോൾ ആ വ്യക്തി അവിടെ ഒരു അലോസരം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബന്ധമായി കഴിഞ്ഞു. നമ്മളിങ്ങനെ ഒരു ഷോപ്പിൽ പോലും ബന്ധിക്കപ്പെടുന്നുണ്ട്. അവരെന്ത് വിചാരിക്കാൻ തോന്നുന്നുണ്ട്? മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഒരു ഷോപ്പിലെ നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ അപ്പോൾ അടുത്ത് ഒപ്പം ജീവിക്കുന്നവരൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഒരു ബന്ധം ഇങ്ങനെ ബന്ധനമായി മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ റൂട്ട് തിരിച്ചറിയുക. എന്തുകൊണ്ടാണ് അതൊരു ബന്ധനമായിരിക്കുന്നത്? എൻ്റെ ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി ഇല്ലായ്മ കൊണ്ടാണോ? ഞാനൊരു ഇമോഷണൽ സ്ലേവ് ആയതുകൊണ്ടാണോ? എനിക്ക് പണത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണോ? എൻ്റെ ജീവിതം ഒറ്റപ്പെട്ടു പോയതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കൂടുതലും ഉത്തരം വരിക നിങ്ങൾക്കെന്തോ ഒരു ദൗർബല്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ശൂന്യതയുണ്ട്, നിങ്ങളിൽ ഒരു ഹോളോനെസ് ഉണ്ട്, ഒരു ബ്ലാക്ക് ഹോൾ. ആ ബ്ലാക്ക് ഹോള് മറ്റേ പുള്ളി അടച്ചു തരുന്നുണ്ട്. അപ്പോൾ അയാളെ എന്നും വേണം, കാരണം ഇത് എന്നും പുള്ളി വേണം അടച്ചു തരാൻ. നിങ്ങളത് എങ്ങനെ അടയ്ക്കാമെന്ന് പഠിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. റൂട്ട് കണ്ടുപിടിക്കുക. എന്തുകൊണ്ട് ഇതൊരു ബന്ധനമായിരിക്കുന്നു? വൈ പോസസീവ്നെസ്? എന്തുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ട് ആ വ്യക്തിയെ ഞാൻ ബന്ധിക്കുന്നു? എന്തുകൊണ്ട് ആ വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു? ഞാനെന്ന ഭർത്താവിന് എൻ്റെ ഭാര്യയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവാകാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ സ്നേഹം മറ്റൊരിടത്തേക്ക് ഒഴുകുമോ എന്ന് ഭയം വേണ്ട. പിന്നെ എന്തോ ഒരു ആത്മവിശ്വാസക്കുറവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പൊസസീവ്നെസ് കൊണ്ട് നടക്കുന്നവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോ മറ്റുള്ളവരോടോ സംസാരിക്കുന്നതോ കാണുമ്പോൾ ഇവിടെ കണ്ണുക്കടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം എന്നാണ് അർത്ഥം. ബെറ്റർ ചോയ്സ് അയാൾക്ക് കിട്ടുമോ എന്ന് പേടിക്കുന്നു. അതാണ് ബെറ്റർ ചോയ്സ് അയാൾക്ക് കിട്ടുമോ എന്ന് പേടിക്കുന്നു. അതിൻ്റെ അർത്ഥം ദർ ഈസ് ബെറ്റർ ചോയ്സസ്. ഞാൻ അത്ര ബെറ്റർ അല്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട് എന്നാണ് അർത്ഥം. എല്ലാ കാരണമല്ല ഞാൻ പറഞ്ഞു, ഇത് വൺ ഓഫ് ദ റീസണാണ് ഞാനീ പറയുന്നത്. റൂട്ട് കണ്ടുപിടിക്കുക. രണ്ടാമത്തത് ട്രിഗറുകൾ തിരിച്ചറിയുക. എങ്ങനെയൊക്കെയാണ് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ബന്ധനമാകുവാനുള്ള ട്രിഗറുകൾ എന്നിലുണ്ടാകുന്നത്? ഞാൻ ആ രീതിയിൽ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ ആ രീതിയിൽ എന്താണ് പെരുമാറുന്നത്? എൻ്റെ സ്നേഹം, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എൻ്റെ സ്നേഹം ഒരു ശല്യമായി മാറുന്ന രീതിയിലേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കുക. അത്രയേ ഉള്ളൂ. നമുക്കത് അറിയില്ല പെട്ടെന്ന്. പലപ്പോഴും സ്നേഹം ഒരു ശല്യമായി മാറാറുണ്ട്. 24 മണിക്കൂറും ഹസ്ബൻഡിനെ കുറിച്ച് തന്നെയാണ് ചിന്ത. അയാളിപ്പോൾ എവിടെയായിരിക്കും? അയാളിപ്പോൾ ആരെങ്കിലും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കുമോ? എന്തുകൊണ്ട് നേരം വൈകി? ഒരുപാട് ചിന്ത. മറ്റേ പുള്ളിയാണെങ്കിൽ ഒരു പച്ചപ്പാവാട്ടോ, അതാ വലിയ രസം. നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ? അല്ല, ഞാനല്ലാതെ എന്താ ചിന്തിക്കുക? തന്നെയല്ലേ എനിക്ക് ചിന്തിക്കുക, അയാളെക്കുറിച്ചല്ലേ ഉള്ളൂ എന്താ പറയുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഞാൻ വക ഉണ്ടാക്കിത്തരാം. ഒരു പട്ടിയെയും ഒരു പൂച്ചയെയും വാങ്ങി വളർത്തും. അതിൻ്റെ കൂട് വൃത്തിയാക്കുക, അതിൻ്റെ കാഷ്ടം കോരുക, അതിന് തിന്നാൻ കൊടുക്കുക, അതിനെ കുളിപ്പിക്കുക, അതിനെ ചെയ്യുക,
അതിൻ്റെ കുറുമ്പുകൾ, അത് പാത്രം തട്ടി ഉടയ്ക്കുന്നു, അതിന് പുറത്തു പോകണം, അത് ബഹളമുണ്ടാക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിലേക്ക് കയറി വരുമ്പോൾ, പുതിയ പുതിയ കാര്യങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ഡൈല്യൂഷൻ ഉണ്ടാവും. കുറച്ച് എന്തിനെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ പഠിക്കുക, കുറച്ച് ചെടികളെ സ്നേഹിക്കുക, കുറച്ച് മൃഗങ്ങളെ സ്നേഹിക്കുക, കുറച്ച് മനുഷ്യരെ സ്നേഹിക്കുക, ഓർ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകളിലേക്ക് കിടക്കും. സൊസൈറ്റിയിലുള്ള പലരെയും സ്നേഹിക്കാൻ തുടങ്ങും, സ്നേഹത്തോടെ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. ഇമോഷണൽ ഡൈല്യൂഷൻ കണ്ടുപിടിക്കുക. നല്ല സെൽഫ് കെയർ ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുക. അവനവനെ സ്നേഹിക്കാൻ പഠിക്കുക. അടുത്ത ഓപ്ഷൻ, അവനവനെ സ്നേഹിക്കാൻ പഠിക്കുക. അവനവനെ സ്നേഹിക്കുന്നത് നിർത്തിയിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പൊസസീവ്നെസ്സോ. അവനവനെ സ്നേഹിക്കുവാൻ പഠിക്കുക. സ്വന്തം അറ്റാച്ച്മെൻറ്റിനെ ഫീഡ് ചെയ്യാതിരിക്കുക. അടുത്ത കാര്യം, അറ്റാച്ച്മെൻറ്റിനെ ഫീഡ് ചെയ്യുന്നൊരു കാര്യവും ചെയ്യരുത്. ഓൾറെഡി അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് മനസ്സിലായാൽ ആ അറ്റാച്ച്മെൻറ്റിനെ ഫീഡ് ചെയ്യുന്നത് നിർത്തണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ അമിതമായി നമ്മൾ തകർന്നു പോകും.